नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ रीति मुक्त काव्यधारയാണ് ഡിസ്കസ് ചെയ്യുന്നത്. रीति के शास्त्रीय बंधनों को तोड़कर जिन कवियों ने स्वच्छंद रूप से कविता लिखी है उन्हें रीति मुक्त कवि कहते हैं. ലക്ഷണ ഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് രീതിബദ്ധം രീതിസിദ്ധ കാവ്യധാരയിലെ കവിമാർ കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടേതായ ശൈലിയിൽ അവരുടേതായ രീതിയിൽ കാവ്യരചന നിർവഹിച്ചിട്ടുള്ള കവിമാരാണ് രീതിമുക്ത് കാവ്യധാരയിലെ കവിമാർ. അപ്പോൾ रीति से मुक्त होकर काव्य रचना करने वाले कवि है रीति मुक्त काव्यधारा के कवि അല്ലേ. രീതിയിൽ നിന്ന് മുക്തമായിട്ട് ആ ശാസ്ത്രീയ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായിട്ട് അവരുടേതായ രീതിയിൽ ശൈലിയിൽ എഴുതിയിട്ടുള്ളവരാണ് രീതിമുക്ത് കാവ്യധാരയിലെ കവിമാർ. इस धारा के अंतर्गत स्वच्छंद ढंग से काव्य रचना करने वाले कवि आते हैं. അപ്പോൾ ഇവരാണ് നമ്മൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. എന്താണ് അവരുടേതായ ശൈലിയിൽ കാവ്യരചന നിർവഹിച്ചിട്ടുള്ള കവിമാരാണ് രീതിമുക്ത് കാവ്യധാരയിൽ വരുന്നത്. ഇതിൽ വരുന്ന പ്രമുഖ കവിമാരാണ് ആരൊക്കെയാണ്? ഘനാനന്ദ്, ആലം, ബോധ, ടാക്കൂർ. അപ്പോൾ ഈ 4 കവിമാരാണ് രീതിമുക്ത് കാവ്യധാരയിലെ പ്രമുഖ കവിമാർ കേട്ടോ. ഘനാനന്ദ്, ആലം, ബോധ, ടാക്കൂർ. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചോളൂ. ഘനാനന്ദ്, ആലം, ബോധ, ടാക്കൂർ. അപ്പോൾ ഇവരുടെ രചനകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ രീതിമുക്ത് കാവ്യധാര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദം.